ലക്ഷദ്വീപിൽ ഇനി തേങ്ങ പറിക്കാനും നിയന്ത്രണം. ആന്ത്രോത്ത്, കൽപ്പേനി ദ്വീപുകളിലെ റോഡുകൾക്ക് സമീപത്തുള്ള തെങ്ങുകളിൽ നിന്നും തേങ്ങ പറിക്കുന്നതിന് 24 മണിക്കൂർ മുൻപെങ്കിലും അനുമതി വാങ്ങണമെന്നാണ് ദ്വീപ് ഭരണകൂടത്തിന്റെ നിർദ്ദേശം. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ഡെപ്യൂട്ടി കളക്ടർ മുകുന്ദ് വല്ലഭ് ജോഷിയാണ് ഇതു സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. പൊതുജനങ്ങൾക്ക് അപകടം സംഭവിക്കുന്നത് തടയുക എന്നതാണ് നിയന്ത്രണങ്ങളുടെ ലക്ഷ്യമെന്നും ഉത്തരവിൽ പറയുന്നു. ലക്ഷദ്വീപ് നിവാസികളുടെ പരമ്പരാഗതമായ തൊഴിൽ മേഖലയും പ്രാഥമിക ഉപജീവന മാർഗവുമാണ് തെങ്ങ് കൃഷി. ദ്വീപുകളിൽ നിരവധി പൊതുവഴികൾ ഉള്ളതിനാൽ ധാരാളം തെങ്ങുകൾ പുതിയ ഉത്തരവിന്റെ പരിധിയിൽ വരും. തേങ്ങ പറിക്കുന്നതിന് കൂടുതൽ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് വ്യക്തമാക്കുന്നതാണ് ഉത്തരവ്. തെങ്ങ് കയറുന്ന വ്യക്തി അംഗീകൃത ക്ലൈംബിംഗ് ഗിയർ ഉപയോഗിക്കണം. താഴെയുള്ളവർ ഹെൽമറ്റുകൾ, ഗ്ലൗസുകൾ ഉപയോഗിക്കണം. ഗതാഗത തിരക്ക്, സ്കൂൾ തുടങ്ങിയ സമയങ്ങളിൽ തേങ്ങ പറിക്കാൻ പാടില്ല. തുറമുഖങ്ങളിൽ കപ്പൽ എംബാർക്കേഷൻ, ഡി എംബാർക്കേഷൻ സമയങ്ങളിലും നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. സുരക്ഷാ നടപടികളില്ലാതെ തേങ്ങ പറിക്കുന്നതും ഇവ വീഴുന്നതും ഗതാഗത തടസ്സം ഉൾപ്പെടെ ഉണ്ടാക്കുന്നു എന്നും ഉത്തരവിൽ പറയുന്നു. തേങ്ങ പറിക്കുന്നതിന് മുൻപ് ഒരുക്കേണ്ട സന്നാഹങ്ങളെക്കുറിച്ചും ഉത്തരവിൽ വിശദീകരിക്കുന്നുണ്ട്. മരങ്ങൾക്ക് ചുറ്റും കുറഞ്ഞത് 10 മീറ്റർ സുരക്ഷാ വലയം ഉറപ്പാക്കണം. തേങ്ങ പറിക്കുന്ന സമയത്ത് ഒരു സൂപ്പർവൈസർ നിലത്തിരിക്കണം. റോഡിൽ നിരീക്ഷണം നടത്തണം. കാൽനട യാത്രികരെയും പാർക്കിംഗും നിയന്ത്രിക്കണം എന്നിങ്ങനെ പോകുന്നു നിർദ്ദേശങ്ങൾ. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. വരൂ, ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ. ശോഭിക വെഡ്ഡിംഗ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.